ഇസ്രായേലിന്റെ മറ്റൊരു ചതിവര ലെബനോനിലും. അതായത് ഈ ഗസയില് വാർ കഴിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഗസയില് വെടിനിർത്തൽ കരാറ് വന്ന സമയത്ത് ഇസ്രായേൽ ഒരു ബഫർ സോൺ വരച്ചിട്ടുണ്ടായിരുന്നു ഗസയില്. അതായത് ഇപ്പോ ഗസക്ക് ഉള്ള അതിർത്തിയുണ്ട്, ആ അതിർത്തിയിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ വീണ്ടും അകത്തോട്ട് മാറിയിട്ടാണ് ഈ ഒരു യെല്ലോ ലൈൻ വരച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ആ യെല്ലോ ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ ഏകദേശം 58% അല്ലെങ്കിൽ 50%-ഓളം ഇസ്രായേലിന്റെ കയ്യിൽ തന്നെ ആവും ഗസ എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ കുറെ മാപ്പുകളൊക്കെ ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈനിൽ. അപ്പൊ അത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം അകത്തോട്ട് കയറിയിട്ടാണ് ഈ ബഫർ സോൺ ഇസ്രായേൽ ഇട്ടേക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ബഫർ സോണിന്റെയൊക്കെ അടുത്തേക്ക് എത്തുന്ന ആൾക്കാരെ വെടിവെക്കാനും ഈ പറയുന്ന ഇസ്രായേലിന് അവകാശമുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന് അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഈ യെല്ലോ ലൈൻ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്നുള്ളതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് വരച്ച യെല്ലോ ലൈൻ ആയിരിക്കില്ല ചിലപ്പോൾ നാളെ ഉണ്ടാവുക. അപ്പൊ ഇത് കൺഫ്യൂസ്ഡ് ആവും അവിടുത്തെ ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ മനുഷ്യത്വരഹിതമായിട്ട് ഇത് മറികടക്കുന്ന കുട്ടികളടക്കം വെടിവെക്കുന്ന ഒരു പ്രശ്നം ഗസയിൽ ഇസ്രായേലിനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ അതിനോട് സമാനമായിട്ടുള്ള ഒരു ലൈനാണ് ഇപ്പോൾ ലെബനോനിലും വരച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ലെബനോനിൽ വെടിനിർത്തൽ മുന്നിൽ വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 10 ദിവസത്തോളാണ് ആ വെടിനിർത്തല്. ആ വെടിനിർത്തൽ ഓൾറെഡി ഇസ്രായേൽ അത് ലംഘിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും 10 ദിവസത്തെ വെടിനിർത്തൽ അവിടെ ഉണ്ട്. അപ്പോ ആ വെടിനിർത്തല് പ്രാബല്യത്തിൽ വന്ന സമയത്ത് ഈ ഗസയിലേതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു യെല്ലോ ലൈൻ തന്നെയാണ് ഈ ലെബനോനിലും വരച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ UN ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇസ്രായേൽ ലെബനോൻ അതിർത്തിയിൽ നിന്നും ഏകദേശം വീണ്ടും 8-10 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ടാണ് ഈ പറയുന്ന അതിർത്തി ഇസ്രായേൽ വീണ്ടും വരച്ചിരിക്കുന്നത്, ഈ ബഫർ സോൺ ആയിട്ട് ഇസ്രായേൽ മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഇതിന് മുന്നേ തന്നെ ഇസ്രായേൽ കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഹിസ്ബുള്ളക്ക് ആയിട്ടുള്ള പോരാട്ടത്തിനൊടുവിൽ ഇസ്രായേൽ പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടേക്കാണ് വീണ്ടും അവർ കടന്നു കയറിയിരിക്കുന്നത് എന്നുള്ളതും കൂടെ വേണം നമ്മൾ പറയാൻ. അപ്പൊ ആ ഈ യെല്ലോ ലൈന് വീണ്ടും ഇവർ ലെബനോനിലും കൂടെ വരച്ചിരിക്കുകയാണ്. ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് എതിരായിട്ടുള്ള വരയായിട്ടാണ് ഇതിനെ ലോകത്ത് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ കാണുന്നത്. കാരണം ഇൻ കേസ് ഏതെങ്കിലും ഒരു സിവിലിയൻ അറിയാണ്ട് ഈ യെല്ലോ ലൈൻ മറികടന്ന് പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ ചെയ്യുന്നത് ഇവരെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമാണ്. അതായത് യെല്ലോ ലൈൻ കടക്കുന്ന ഇൻഫിൽട്രേറ്റ് ചെയ്യാന്ന് ഇസ്രായേൽ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ വെടിവെക്കാനുള്ള ഉത്തരവ് ഇസ്രായേൽ സൈന്യത്തിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന യെല്ലോ ലൈനിലെ ലെബനോനിൽ ഇപ്പോൾ വരച്ചേക്കുന്ന യെല്ലോ ലൈനിലെ ഒരുപാട് ഗ്രാമങ്ങൾ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഈ ഗ്രാമങ്ങളിലോട്ട് ഇനി ആളുകൾക്ക് കടന്നു ചെല്ലാനോ ഈ ഗ്രാമങ്ങളിലോട്ട് ആൾക്കാർക്ക് പോവാനോ ഇനി സാധിക്കുമോ എന്നുള്ളൊരു അനിശ്ചിതത്വം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇൻ കേസ് ഈ ഗ്രാമത്തിലേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ തന്നെ എങ്ങാനും അബദ്ധത്തിൽ ഈ യെല്ലോ ലൈനിന്റെ അടുത്തോട്ട് വരികയോ അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്ന രീതിയിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവന് തന്നെ ആപത്തായി പോകുന്നുള്ളതാണ്. ഓൾറെഡി ഏകദേശം 178 കുട്ടികളടക്കം 2000-ലധികം പേരാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ലെബനോൻ അറ്റാക്കിൽ കൊല്ലപ്പെട്ടത്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എഗൈൻ ഇങ്ങനെ ഒരു ലൈനും കൂടെ വരുന്നത്. നമ്മൾ ലെബനോൻ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ജില്ലയുടെ വലുപ്പം മാത്രമുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ലെബനോൻ എന്ന് പറയുന്ന ഒരു രാജ്യം. അതും ഇത്ര അധികം മിലിറ്ററി ശക്തിയും പവറും ഒക്കെ ഉള്ള ഒരു രാജ്യത്തിന് ഇസ്രായേലിന് വേണമെങ്കിൽ മൂക്കിൽ വലിച്ചു കയറ്റാൻ പറ്റുന്ന അത്രയ്ക്ക് തകർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ലെബനോൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇവരുടെ ബൈറൂത്തിലെ പോർട്ടിലുണ്ടായിട്ടുള്ള സ്ഫോടനം, ആ സ്ഫോടനത്തെ തന്നെ ഇവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും തകർന്ന് നിൽക്കുന്ന ഒരു രാജ്യത്തേക്കാണ് എഗൈൻ ഇവരുടെ ഒരു അറ്റാക്ക് വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഗസ എന്ന് പറയുന്ന ഒരു രാജ്യം പോലും അല്ലാത്ത ഒരു സ്ഥലത്തോട്ട് ഇവർ അത്ര അധികം ബോംബിട്ടിട്ട് 5 വർഷം 6 വർഷം നടന്നിട്ടുള്ള വേൾഡ് വാർ 2 നടന്നിട്ടുള്ള ബോംബിങ്ങിനേക്കാൾ ഇരട്ടി ബോംബിങ് ചെറിയൊരു ഇട്ടാവട്ടത്തെ വരെ നടത്തിയിട്ട് പോലും ഇവർക്ക് അതിനൊരു വിജയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ കുറെ കുട്ടികളെ കൊന്നു, ഒരു 10-60,000 ആൾക്കാരെ കൊന്നു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ എന്താണ് ഇവർ അച്ചീവ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല. അതിനകത്തൂടെ അവരിപ്പോഴും സെക്യൂരിറ്റി ത്രെട്ടും അതേപോലെ തന്നെ സൈറൺ മുഴങ്ങുമ്പോൾ ഈ പറയുന്ന ബങ്കറിലേക്ക് ഓടി വിളിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നുള്ളതാണ്. സ്പെയിനും ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ അവർക്കെതിരെ നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു സമയം കൂടെയുണ്ട്. അപ്പൊ ഈ രാജ്യങ്ങളൊക്കെ നിലപാടെടുക്കാനുള്ള വേറെ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബഫർ സോൺ ക്രിയേഷനും ആ ബഫർ സോണിലേക്ക് അറിയാതെ വന്ന് പെടുന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നതും ഇത്തരത്തിലുള്ള
ഇവരല്ലാത്ത ആളുകളെ മനുഷ്യരായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പോലും നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവരുടെ ആക്ട്. അപ്പോൾ ഇതുപോലത്തെ ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള മറ്റൊരു യെല്ലോ ലൈൻ, മറ്റൊരു ബഫർ സോണ് ലെബനോനിലും കൂടെ ഇവര് വരച്ചിരിക്കുകയാണെന്നുള്ളതാണ്. ഇനി എത്ര പേരാണാവോ ഈ യെല്ലോ ലൈനിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് കൊല്ലപ്പെടുന്നത്.